പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി നമുക്ക് ലൂക്കോസ് 1:36 വളരെ ചെറിയ വാക്യമാണ്. ദൈവത്താൽ അസാധ്യമായിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ലൂക്കോസ് 1:36 എന്ന് പറയുന്നത് കുഞ്ഞൻ വാക്യമാണെന്നുണ്ടെങ്കിലും വളരെയധികം ശക്തിയേറിയ വചനമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും ആ ഒരു വാക്യം നമ്മൾ ഉറച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. അപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു റോൾ ഭയങ്കര വലിയതാണ്. എൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാക്യമാണ് ലൂക്കോസ് 1:37 വാക്യം എന്ന് പറയുന്നത്. ദൈവത്താൽ നമ്മൾ വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. ദൈവത്താൽ അസാധ്യമായി ഒരു കാര്യവും ഇല്ലെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. നമ്മൾ മാനുഷികമായിട്ട് പലതും ചിന്തിക്കുമ്പോൾ നമുക്ക് പലതും ഇറ്റ് വാസ് ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഈ ലോകത്തുണ്ട്. എന്നാൽ അതിലേക്ക് ദൈവത്തെ ഒന്ന് ആശ്രയിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊരു കാര്യം. നമുക്ക് വിഷമമുണ്ടാകുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ആ വാക്യം വെച്ചൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും കിട്ടുന്നതിനേക്കാളും വലിയൊരു സമാധാനം നൽകുന്ന ആ വാക്യത്തിന് ദൈവിക സമാധാനം നമുക്ക് ലഭിക്കും. നമുക്ക് ഒരു വലിയ ആശ്വാസകരങ്ങൾ നമ്മളെ വയ്ക്കും. അപ്പം എൻ്റെ ഒരു ലൈഫിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഞാൻ അസാധ്യമെന്ന് എണ്ണിയത് ദൈവത്തിൻ്റെ ആ ഒരു കരങ്ങൾ എന്നിൽ ചലിച്ചത് കൊണ്ട് പല കാര്യങ്ങളും സാധ്യമെന്ന് എണ്ണിയത് വളരെയധികം സാധ്യമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ മാനുഷികമായിട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നടക്കില്ല എന്ന് തോന്നും. എന്നാൽ നമ്മൾ മാനുഷികം മാത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ അല്ല. എന്നാൽ അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ വലിയ മിറാക്കിൾസ് നടക്കാൻ സാധിക്കും. നമ്മുടെ ബൈബിളിൽ തന്നെ നമ്മളതിൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത്, അല്ലെ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ബൈബിളിലുണ്ട്, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ ബൈബിളിൽ നിന്ന് ഞാൻ 2 സംഭവങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയ ദൈവം, അല്ലേ? ഒരു വരണ്ട സമയത്ത് ഒരു തടാകങ്ങളും എല്ലാം വറ്റി വരേണ്ട സമയത്ത് ഏലിയാവിന് വേണ്ടി കാക്കയെ ഒരുക്കി ഭക്ഷണം കൊടുത്തവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പം കാക്കയെ കൊണ്ട് പോലും നമ്മുടെ ആ വിശ്വാസം അടിയുറച്ചതാണെന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. നമ്മുടെ ദൈവത്തെ നമ്മൾ ആരെയാണോ സേവിക്കുന്നത്, നമ്മൾ യേശുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുക, പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുക. ആ ദൈവിക സമാധാനം എന്ന് പറയുന്നത് വലിയൊരു സമാധാനമാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ബാലാക്കും ഏലിയാവും തമ്മിലുള്ള ഒരു സംഭവമാണ്. ബാലാക്ക് ഏലിയാവിനെ വെല്ലുവിളിച്ചു. എന്താ പറഞ്ഞത്? നിങ്ങൾ ഒരു വരണ്ട സമയമായിരുന്നു, ഭയങ്കര ശക്തമായ ഒരു വേനൽ സമയത്ത് യാഗപീഠം നിങ്ങൾ കത്തിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം മഴയൊന്നും ആ സമയത്ത് ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്തു? ഏലിയാവ് ദൈവത്തോട് കണ്ണുനീരോടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട്. ദൈവം എപ്പോഴും നോക്കുന്നത്? ഹൃദയങ്ങളെയാണ് തൂക്കി നോക്കുന്നത്. നമ്മുടെ ഹൃദയകാഠിന്യം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം ദൈവത്തിൻ്റെ മുന്നാകെ വെച്ച് കഴിഞ്ഞാൽ, അത് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദൈവിക സമാധാനം, ഒരു ദൈവിക അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും?
കാണുവാൻ സാധിക്കും. അതെൻ്റെ അനുഭവം കൊണ്ട് പറയുന്ന കാര്യമാണ്. വളരെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരുന്ന പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. ആ പല അനുഭവങ്ങളുടെ സമയത്തും എന്നെ നിർത്തിയെന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. ലൂക്കോസ് 1:37 അത് വലിയൊരു ശക്തമായ വചനമാണ്. അപ്പം ആ ഒരു എലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായി? ആകാശത്ത് നിന്ന് തീ വന്നിട്ട് ആ യാഗപീഠം കത്തിക്കിടയുണ്ടായി. അപ്പം നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഉറച്ച് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഹാപ്പി സൺഡേ. ഓക്കെ.